ആക്ച്വലി ഇതൊരു NGO ആണ്. ഇതിന് പ്രോഫിറ്റും ലോസും ഇല്ല. ഇതൊന്നും ₹1 പോലും എനിക്കോ ഇതിൻ്റെ മെയിൻ ഡയറക്ടറായിരിക്കുന്ന മാരി ബ്രദറിനോ ഇതിനകത്ത് മറ്റ് ബോർഡ് മെമ്പേഴ്സിനോ ഇതിലെ സ്റ്റാഫുകൾക്കോ എടുക്കാൻ സാധിക്കില്ല. വ്യക്തമായ കണക്കും ബില്ലുകളും കാര്യങ്ങളും വേണം. മനസ്സിലായി? അപ്പം ഈ ഒരു സബ്ജക്റ്റിലേക്ക് അവർ ജോയിൻ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെ അവരൊരു ഔട്ട്ഫിറ്റ് നോക്കിയാൽ മതി. അവർ ₹200 ₹300 എന്നൊന്നും പറഞ്ഞാൽ അല്ലല്ലോ. അവർ ആ ഒരു ഹെയർ പോലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഈ മന്ത്ലി എന്ത് എമൗണ്ട് ചിലവാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം വെച്ചാൽ ലാഫൈമിലും ഇതിലേക്കാണ് അവർ പോയിട്ട് ചെയ്യാറ്. അവർ പല വട്ടം അവിടെ ബുക്കിംഗ് എടുത്ത് അവരെയും കൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയിലും കൂടാതെ അവരെ വണ്ടിയിലും ഓടിച്ച് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. മണിക്കൂർ കണക്കിന് അവിടെ ചിലവാക്കിയിട്ടാണ് തിരിച്ച് അവരിവിടെ കൊണ്ടുവന്നത്. എത്ര ഓരോ പോക്കിൽ സിറ്റിങ്ങിൽ എത്ര എമൗണ്ട് വരെ അവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. മനസ്സിലാവും? അപ്പോൾ ഇതെല്ലാം പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന പൈസയാണ്. ഇവരെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഫാമിലി ട്രസ്റ്റാണ്. മാരിയോ ബ്രദർ, ജി ചേച്ചിയുടെ അമ്മ, അപ്പൻ, പിന്നെ ചേച്ചി പറഞ്ഞാൽ മാത്രം കേൾക്കുന്ന ആൽബിച്ചേട്ടൻ, സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു പാവ മനുഷ്യൻ, ഒരു സാധുവാണ്. നല്ലതിന് ചീത്തയിൽ. പക്ഷെ ബ്രദർ പറഞ്ഞാൽ ഒരു വാക്കനുസരിക്കില്ല. അപ്പോൾ ഒരു വീട് വെക്കുകയാണ് തീരുമാനിച്ചു. ചേച്ചി പറയാണ് ഇന്ന ആൾക്ക് ആ ആൾക്ക് ഭൂരിപക്ഷം നോക്കുമ്പോൾ എല്ലാവരും കേൾക്കും. ചേച്ചിയുടെ ബ്രദർ പറയുന്ന ആൾക്ക് പാസ്സാവില്ല. ബ്രദർ പറയുന്ന ഒരു കാര്യം നടക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ജി ചേച്ചിയുടെ ഫേസ്ബുക്ക് എടുത്തു നോക്കുക. പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ ആളുകൾക്കല്ലാതെ ആർക്കെങ്കിലും ഒരാൾക്ക് വീട് വെച്ച് കൊടുത്ത ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുത്തതിൻ്റെ മരുന്ന് കൊടുത്തതിൻ്റെ ഫോട്ടോ ചേച്ചി ഇട്ട് പോകണം. ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ഹൈഫൈ സ്റ്റൈലിൽ അങ്ങനെ പോവുള്ളൂ, ഒരാളെ അടുപ്പിക്കില്ല. അപ്പോൾ നാട്ടിൽ